ഓഗസ്റ്റ് 14 വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ. പോളിഷ് ഫ്രാൻസിസ്കൻ പുരോഹിതനും മിഷണറിയും രക്തസാക്ഷിയുമാണ് വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഓഷിറ്റ്സിലെ തടങ്കൽ പാളയത്തിൽ വെച്ച് വിശുദ്ധൻ മരിച്ചു. ഭാര്യയും കുട്ടികളുമുള്ള മറ്റൊരു തടവുകാരൻ്റെ സ്ഥാനത്ത് മരണമടഞ്ഞതിന് ദാനധർമ്മത്തിൻ്റെ രക്തസാക്ഷിയായി അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു. 1982 ഒക്ടോബർ 10 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധന് കന്യകാമറിയം 2 കിരീടങ്ങൾ പിടിച്ച് പ്രത്യക്ഷപ്പെട്ടുവെന്നും അതിൽ ഒന്ന് വെളുത്തതും ആ കിരീടം വിശുദ്ധിയെ പ്രതിനിധീകരിക്കുന്നതും മറ്റേത് ചുവപ്പ് രക്തസാക്ഷ്യത്തെ പ്രതിനിധീകരിക്കുന്നതുമായിരുന്നു. ഈ രണ്ടിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ തനിക്ക് രണ്ടും വേണമെന്ന് പറഞ്ഞു. ഈ സംഭവത്തോടെ സമൂലമായി മാറിയ അദ്ദേഹം 1907 13-ാം വയസ്സിൽ ഫ്രാൻസിസ്കൻ സെമിനാരിയിൽ ചേർന്നു. 20-ാം വയസ്സിൽ പ്രതിജ്ഞയെടുത്തു. തത്വചിന്തയിൽ ഡോക്ടറേറ്റ് നേടി. ഫ്രാൻസിസ്കൻ വൈദികൻ എന്ന നിലയിൽ 1920 പോളണ്ടിൽ ജോലിയിൽ പ്രവേശിച്ചു. പത്രങ്ങളിലൂടെയും മാസികകളിലൂടെയും കത്തോലിക്ക വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. 1939 ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുകയും ഫാദർ കോൾബെയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 1941 നൈറ്റ് ഓഫ് ഇമ്മാക്കുലേറ്റയുടെ അവസാനത്തെ ലക്കം പ്രസിദ്ധീകരിച്ചു. ആ വർഷം മറ്റൊരു തടവുകാരൻ രക്ഷപ്പെടുന്നതിനായി മരിക്കാൻ സന്നദ്ധനായി. കാർബോളിക് ആസിഡ് കുത്തിവെച്ചാണ് അവർ കോൾബെയെ കൊന്നത്.